Headings in HTML. H1, H2, H3, H4, H5, H6 അങ്ങനെ ഡിഫറെൻറ്റ് സൈസസിൽ ഹെഡിങ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഹെഡിങ് ടാഗ്സ് ഉപയോഗിക്കുന്നത് HTML. ലെഫ്റ്റ് അലൈൻസ് ടെക്സ്റ്റ് ടു ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് ആണെങ്കിൽ അലൈൻസ് ടെക്സ്റ്റ് ടു റൈറ്റ് മാർജിൻ, സെൻറ്റർ അലൈൻസ് ടെക്സ്റ്റ് ടു സെൻറ്റർ ഓഫ് ദ പേജ്. ഓക്കെ, അങ്ങനെ H1 മുതൽ H6 വരെയാണ് ഹെഡിങ്സ് HTML ഹെഡിങ് ടാഗ്സ്. ദെൻ അടുത്തത് P, പാരഗ്രാഫ് സെക്ഷൻ. Aligned attribute of P tag is used to set the alignment of text in the paragraph. അതിന് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ഓർ ജസ്റ്റിഫൈ വാല്യൂസ് ഉള്ളത് പാരഗ്രാഫ് സെക്ഷൻ. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി P ടാഗ് ഉപയോഗിക്കുന്നു. BR ശ്രദ്ധിക്കേണ്ടത് BR, HR. BRും HRും അതിന് ക്ലോസിംഗ് ടാഗുകളില്ല, അതുകൊണ്ട് തന്നെ അത് എംപ്റ്റി ടാഗ് എന്നാണ് അറിയപ്പെടുന്നത്. BR ഇൻസെർട്ട് എ ലൈൻ ബ്രേക്ക്, ലൈൻ ബ്രേക്കിന് യൂസ് ചെയ്യുന്ന ടാഗാണ് BR. HR ക്രിയേറ്റ് എ ഹൊറിസോണ്ടൽ ലൈൻ ഇൻ HTML. HTML ഒരു ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാനാണ് HR ഉപയോഗിക്കുന്നത്. HRൻ്റെ ആട്രിബ്യൂട്ടുകളാണ് സൈസ്, വിഡ്ത്ത്, അലൈൻ, കളർ, നോ ഷെയ്ഡ് എന്നിവ. സൈസ് ഇറ്റ് സ്പെസിഫൈസ് ദ തിക്നെസ് ഓഫ് ദ ലൈൻ, ലൈൻ്റെ തിക്നെസ് സ്പെസിഫൈ ചെയ്യുന്നു. വിഡ്ത്ത് ഓഫ് ദ ലൈൻ സ്പെസിഫൈ ചെയ്യുന്നു. അലൈൻ ഇറ്റ് സ്പെസിഫൈസ് ദ അലൈൻമെൻറ്റ് ഓഫ് ദ ലൈൻ, ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്കോ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി. കളർ ദെൻ സ്പെസിഫൈസ് ദ കളർ ഓഫ് ദ ലൈൻ. നോ ഷെയ്ഡ് ആണെങ്കിൽ സ്പെസിഫൈസ് ഇഫ് ദ ലൈൻ ഷുഡ് ഹാവ് ഷാഡോ ഇഫക്റ്റ് ഓർ നോട്ട്, ഷാഡോ ഇഫക്റ്റ് ആണോ അല്ലയോ എന്ന് സ്പെസിഫൈ ചെയ്യുന്നതിന് നോ ഷെയ്ഡ്. ഓക്കെ, ദെൻ സെൻറ്റർ. സെൻറ്റർ ടാഗിൽ സെൻട്രലൈസ് ദ കണ്ടന്റ് ടു ദ സെൻറ്റർ ഓഫ് ദ വെബ് പേജ്. ഓക്കെ, ദെൻ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിൽ യൂസ് ടു ഫോർമാറ്റ് ടെക്സ്റ്റ് ഇൻ എ വെബ് പേജ്. ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബ് പേജിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത ടാഗുകളാണ്, ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ എന്നിവ. ബോൾഡ് B എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു, ദെൻ സ്ട്രോങ് കൊണ്ടും സൂചിപ്പിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്, ബിയും സ്ട്രോങ്ങും. ഡിസ്പ്ലേസ് ദ കണ്ടന്റ് ഇൻ സ്ട്രോങ് ഓർ ബോൾഡ് ഫേസ്. ഇതേപോലെ ഇറ്റാലിക്സ് ഓർ EM രണ്ടും ഒരേപോലെയാണ്. ഡിസ്പ്ലേസ് ദ കണ്ടന്റ് ഇൻ ഇറ്റാലിക്സ് ഓർ എംഫസിസ്. U അണ്ടർലൈൻസ് ദ കണ്ടന്റ്. S സ്ട്രൈക്ക് ആണ്, ഡിസ്പ്ലേസ് ദ ടെക്സ്റ്റ് ഇൻ സ്ട്രൈക്ക് ത്രൂ സ്റ്റൈൽ, സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് കണ്ടോ. ബിഗ് ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ ടെക്സ്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ. സ്മാൾ ടെക്സ്റ്റിൻ്റെ സൈസ് ചെറുതാക്കാൻ. സൂപ്പർ സ്ക്രിപ്റ്റ് അല്ലേ, SUP സൂപ്പർ സ്ക്രിപ്റ്റ്. A സ്ക്വയർ എന്നുള്ളത് A⁻², അത് സൂപ്പർ സ്ക്രിപ്റ്റ്. SUP 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ A സ്ക്വയർ സൂചിപ്പിക്കുന്നു. അതേപോലെ H2O സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരാൻ H2O, H sub 2 അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് H2O സബ്സ്ക്രിപ്റ്റ് ആയിട്ട് സൂചിപ്പിക്കാൻ. ദെൻ ബ്ലോക്ക് കോട്ട്, ലോങ് കൊട്ടേഷൻ ദാറ്റ് സ്പാൻ മൾട്ടിപ്പിൾ ലൈൻസ്, അതിനാണ് ലോങ് കൊട്ടേഷൻസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദെൻ Q കോട്ട് ദ ടെക്സ്റ്റിനെ കോട്ട് ചെയ്യാൻ. ഇറ്റ് ഡിഫൈൻസ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ് ഡിസ്പ്ലേസ് ടെക്സ്റ്റ് ഇൻ എക്സാക്ട്ലി ദ ക്യാരക്ടേഴ്സ് ആൻഡ് ലൈൻ സ്പേസിംഗ് റിട്ടൺ ഇൻ സോഴ്സ് ഡോക്യുമെൻറ്റ്. ദെൻ അഡ്രസ് ടാഗ് ഡിഫൈൻസ് ദ കോണ്ടാക്ട് ഇൻഫർമേഷൻ ഫോർ ദ ഓണർ ഓഫ് എ ഡോക്യുമെൻറ്റ്. അഡ്രസ്സിനുള്ള സ്പേസും അതെല്ലാം ഡിഫൈൻ ചെയ്യുന്നു, കോണ്ടാക്ട് ഇൻഫർമേഷൻ. മാർക്ക് യു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാഗാണ് മാർക്ക് യു. ഇറ്റ് ഡിഫൈൻസ് ദ ടെക്സ്റ്റ് ദാറ്റ് സ്ക്രോൾസ് അക്രോസ് ദ യൂസേഴ്സ് ഡിസ്പ്ലേ. നമുക്ക് കാണുമ്പോൾ സ്ക്രോൾ ചെയ്താൽ കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, യൂസേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നു.
അപ്പോൾ ആ യൂസേഴ്സ് ഡിസ്പ്ലേ സ്ക്രോൾ ചെയ്ത് പോകാൻ, ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് മാർക്യൂ ടാഗ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ പലപ്പോഴും ചോദിച്ച് കാണാറുള്ളൊരു ചോദ്യമാണ്. ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്, സൈസ് ഓഫ് മാർക്യൂ ഏരിയ. മാർക്യൂ ഏരിയയുടെ സൈസ് സ്പെസിഫൈ ചെയ്യുന്ന ഹൈറ്റും വിഡ്ത്തും. എച്ച് സ്പേസും വി സ്പേസും, സ്പേസ് ബിറ്റ്വീൻ മാർക്യൂ ആൻഡ് ദ സറൗണ്ടിങ് ടെക്സ്റ്റ്. സ്പേസ് അവിടെ ഹൊറിസോണ്ടൽ സ്പേസും വെർട്ടിക്കൽ സ്പേസും. സ്ക്രോൾ എമൗണ്ട് ആൻഡ് സ്ക്രോൾ ഡിലേ. കൺട്രോൾ ദ സ്പീഡ് ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് സ്ക്രോളിംഗ് മാർക്യൂ. മാർക്യൂ നമുക്ക് എങ്ങനെ എത്ര സ്പീഡിൽ പോകണം, അതേപോലെ അതിൻ്റെ സ്മൂത്ത്നെസ് അത് സ്പെസിഫൈ ചെയ്യാൻ സ്ക്രോൾ എമൗണ്ടും സ്ക്രോൾ ഡിലേയും. ബിഹേവിയർ, ടൈപ്പ് ഓഫ് സ്ക്രോളിംഗ്, ഏത് തരത്തിലാണ് വേണ്ടത്. ഇറ്റ് ഹാസ് 3 വാല്യൂസ് ഉണ്ട്. സ്ക്രോളുണ്ട്, സ്ലൈഡുണ്ട്, ആൾട്ടർനേറ്റ് ഉണ്ട്, അങ്ങനെ 3 തരത്തിൽ. ലൂപ്പ്, ഹൗ മെനി ടൈംസ് ദ മാർക്യൂ ടെക്സ്റ്റ് മസ്റ്റ് സ്ക്രോൾ. എത്ര സമയം ഈ മാർക്യൂ ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്നു. ഡിഫാൾട്ട് വാല്യൂ എൻഡ്ലെസ് ആണ്, അപ്പോൾ തുടർച്ചയായിട്ട് അത് ലൂപ്പ് പോലെ അല്ലേ, ലൂപ്പ് നമ്മൾ പഠിച്ച ഭാഗം പോലെ അത് ലൂപ്പിംഗ് സംവിധാനം. ദെൻ ഡയറക്ഷൻ, ഇറ്റ് സ്പെസിഫൈസ് ദ ഡയറക്ഷൻ ഓഫ് സ്ക്രോൾ, ഏത് ഡയറക്ഷനിലേക്കാണ് സ്ക്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ ഡ്യൂ, ഡിഫൈൻസ് ഡിവിഷൻ ഓർ എ സെക്ഷൻ ഇൻ എൻ HTML ഡോക്യുമെൻറ്റ്. ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൻ HTML ഡോക്യുമെൻറ്റിൽ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അലൈൻ, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ആൻഡ് ജസ്റ്റിഫൈ. ഐഡിയ, ഐഡൻറ്റിഫയർ ടു ദ ടാഗ്. സ്റ്റൈൽ, റെൻഡർ കളർ ഫോണ്ട് എക്സെട്ര. കളർ സ്റ്റൈല് സ്പെസിഫൈ ചെയ്യുന്നു, റെൻഡർ കളർ ഫോണ്ട്. ദെൻ ഫോണ്ട് ആണെങ്കിൽ ഡിഫൈൻ സൈസ് കളർ സ്റ്റൈൽ ഓഫ് ടെക്സ്റ്റ്. അതിൻ്റെ ആട്രിബ്യൂട്ടാണ് ഫേസ്, ഫോണ്ട് നെയിം കൊടുക്കുന്നു. അതിൻ്റെ സൈസ്, ഫോണ്ട് സൈസ്. അതിൻ്റെ ഡിഫാൾട്ട് വാല്യൂ 3. കളർ ടു ദ ടെക്സ്റ്റ്. IMG വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗ്. ഇൻസെർട്ട് എൻ ഇമേജ് ഇൻ എ വെബ് പേജ്. വെബ് പേജിലെ ഇമേജ് ഇൻസെർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് SRC, നെയിം ഓഫ് ഇമേജ് ഫയൽ. ഇമേജ് ഫയലിൻ്റെ സോഴ്സ് അതാണ് SRC. അലൈൻ, എവിടേക്ക് അലൈൻമെൻറ്റ് ചെയ്യണം, അതായത് ആ ഇമേജ് എവിടേക്ക് വേണം, ടോപ്പിലേക്ക്, മിഡിലേക്ക്, ബോട്ടം എവിടേക്കാണ് അലൈൻ ചെയ്യേണ്ടത് വെച്ചാൽ അത്. വിഡ്ത്ത് ഓഫ് ദ ഇമേജ്, ഇമേജിൻ്റെ വിഡ്ത്ത്. ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ALT, ടെക്സ്റ്റ് ടു ബി ഡിസ്പ്ലേഡ്, ദ ബ്രൗസർ കനോട്ട് ഡിസ്പ്ലേ ദ ഇമേജ്. അപ്പോൾ ബ്രൗസർ ഇമേജ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം, അതിന് ALT. V space and H space controls the vertical and horizontal spacing between images in the web page. Vertical spaceum horizontal spaceum between images, വെബ് പേജിൻ്റെ ഇടയിൽ ഇമേജസിൻ്റെ ഇടയിലുള്ള സ്പേസ് പേജിൽ. ഓക്കെ. ദെൻ ഈ ടാഗിനകത്ത് എക്സ്ക്ലമേറ്ററി, ദെൻ ഡാഷ്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണ് അല്ലേ, ടാഗുകൾ കൊടുക്കുകയാണ്, സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഡാഷ് ക്ലോസ് ചെയ്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ടാഗും എന്ത് ചെയ്യില്ല, വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യില്ല. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കമാൻഡ് ദാറ്റ് ആർ നോട്ട് ഡിസ്പ്ലേഡ് ഓൺ എ വെബ് പേജ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആ ടാഗിനകത്ത് തന്നെ കൊടുക്കുന്നത്. ഓക്കെ. HTML entities for reserved characters. ക്യാരക്ടർ നോൺ ബ്രേക്കിംഗ് സ്പേസ് ആയിട്ട് വരികയാണ്. ആംപ്രസൻഡ് NBSP അതിൻ്റെ എൻറ്റിറ്റി നോൺ ബ്രേക്കിംഗ് സ്പേസിനെയാണ്. ഡബിൾ കൊട്ടേഷൻ മാർക്ക്, ആംപ്രസൻഡ് കോട്ട് ഡബിൾ കൊട്ടേഷൻ മാർക്കിനെ സൂചിപ്പിക്കുന്നു. ദെൻ സിംഗിൾ അപ്പോസ്ട്രോഫി, സിംഗിൾ കോട്ട്, ആംപ്രസൻഡ് APOS സിംഗിൾ കൊട്ടേഷൻ മാർക്കിനെ സൂചിപ്പിക്കുന്നു. ആംപ്രസൻഡ് AMP ആംപ്രസൻഡിനെ സൂചിപ്പിക്കുന്നു. ലെസ് ദാൻ ആംപ്രസൻഡ് LT ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആംപ്രസൻഡ് GT ഗ്രേറ്റർ ദാനിനെ സൂചിപ്പിക്കുന്നു. ദെൻ ആംപ്രസൻഡ് കോപ്പിറൈറ്റ് സിമ്പലിനെ സൂചിപ്പിക്കുന്നു. ദെൻ ആംപ്രസൻഡ് REG രജിസ്റ്റേർഡ് സിമ്പലിനെ. TM ആംപ്രസൻഡ് ട്രേഡ് മാർക്ക് സിമ്പലിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പേജ് ഇപ്പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, HTML ഹെഡ്, ടൈറ്റിൽ, പേജ് എക്സാമ്പിൾ. ടൈറ്റിൽ ക്ലോസ് ചെയ്യുന്നു, ഹെഡ് ക്ലോസ് ചെയ്യുന്നു, ബോഡി തുടങ്ങി. ബോൾഡ്
ബോൾഡായിട്ട് ഉണ്ടോ, സ്ട്രോങ് സ്ട്രോങ്. ഓക്കെ, ആ കൊടുത്തത് സ്ട്രോങ് ആയിട്ട്. ദെൻ ഇറ്റാലിസൈസ്ഡ്, അപ്പോൾ അവിടെ ഇറ്റാലിസൈസ്ഡ് എന്ന് വന്നപ്പോൾ അവിടെ ഇറ്റാലിസൈസ്ഡ് ആയിട്ട് വന്നു. എംഫസിസ്, എംഫസൈസ്, ഇറ്റാലിക്സും എംഫസൈസും ഒന്ന് തന്നെ പറഞ്ഞല്ലോ. ദെൻ അണ്ടർലൈൻ കണ്ടോ, ഇത് അണ്ടർലൈൻ കൊടുത്തു, യു അണ്ടർലൈൻ. എസ് സ്ട്രൈക്ക്, എസ് സ്ട്രൈക്ക്, അത് സ്ട്രൈക്ക് ചെയ്ത് വന്നു, എസ് സ്ട്രൈക്ക്. അപ്പോൾ സ്ട്രൈക്ക് കൊടുത്തപ്പോഴും അത് എസ് സ്ട്രൈക്ക്. ദെൻ ബിഗ്, ബിഗ് ആയിട്ട്. സ്മാൾ, സ്മാൾ സൈസ്. ദെൻ സൂപ്പർ സ്ക്രിപ്റ്റ്, ദെൻ സബ്സ്ക്രിപ്റ്റ്. ബ്ലോക്ക് കോട്ട്, ബ്ലോക്ക് കോട്ടിലെ എ ടെക്സ്റ്റ് ദാറ്റ് ക്യാൻ ബി ഷോൺ ഇൻ ബ്ലോക്ക് കോട്ട്, അത് ഇവിടെ വന്നിട്ടുണ്ട്. ബ്ലോക്ക് കോട്ടിൽ വരാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് കോട്ട്. ദെൻ ക്യൂ, കൊട്ടേഷൻ ടെക്സ്റ്റ്, കൊട്ടേഷൻ ടെക്സ്റ്റ്, അത് ഇതിലെ ഡബിൾ കൊട്ടേഷനിലെ. പ്രീ, എ ടെക്സ്റ്റ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ പ്രീ ഫോർമാറ്റഡ് ഫോം, പ്രീ ഫോർമാറ്റഡ് ഫോമിൽ കണ്ടു, എ ടെക്സ്റ്റ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ പ്രീ ഫോർമാറ്റഡ് ഫോം, അതിൽ വരാൻ വേണ്ടിയിട്ട് പ്രീ എന്നുള്ള ടാഗ് ഉപയോഗിക്കുന്നു. അഡ്രസ്, അഡ്രസ് ഓഫ് ദ പാർട്ടി, അഡ്രസ് ഓഫ് ദ പാർട്ടി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്, അഡ്രസ് ഓഫ് ദ പാർട്ടി. ദെൻ IMGSRC source.jpg, ഹൈറ്റും വിടുത്തും സ്പെസിഫൈ ചെയ്യുന്നു. ഇതിൻ്റെ ഹൈറ്റിനും വിടുത്തും ഇതിൽ പറയുന്ന ഹൈറ്റ് 150, വിടുത്ത് 120 സൈസിലുള്ള ഒരു ഇമേജാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്ക് സാധാരണയായിട്ട് ഇമേജ് വെറുതെ കൊടുക്കുകയാണെങ്കിൽ ഹൈറ്റും വെയിറ്റൊന്നും വിടുത്തൊന്നും കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഹൈറ്റും വിടുത്തും സൈസ് കൊടുത്തുകൊണ്ട്, എൻ്റെ സൈസ് കൊടുത്തുകൊണ്ട് ഇതിനുള്ളിൽ ഇതിൽ സ്യൂട്ടായിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, /body/HTML. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള എക്സാമ്പിളുകൾ ചെയ്തു നോക്കുക. ഓക്കെ.